ഹായ് സുധ. നമ്മൾ തമ്മിൽ ഒട്ടും പരിചയമില്ല. എനിക്കും സുധയെക്കുറിച്ച് കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. ഞാൻ സുധയ്ക്ക് മലരും കിളിയും ഡബ് ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപല്ലേ. അന്നൊക്കെ സുധ സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായിരുന്നു. എനിക്ക് തോന്നുന്നു സുധയുടെ ടാലൻ്റ് അനുസരിച്ച് അത്ര നല്ല കഥാപാത്രങ്ങൾ വളരെ അപൂർവമായിട്ടേ കിട്ടിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ. ഭാഗ്യലക്ഷ്മി സുധയ്ക്ക് ശബ്ദം നൽകിയാണ്. അതെ, ആ കഥാപാത്രത്തിൽ അതുകൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങൾ ശബ്ദം എന്നുള്ളത് ആര് കൊടുത്തു എന്നുള്ള അറിയുന്നില്ല. അത് സുധയുടെ ശബ്ദമായി മാറും പിന്നീട്. അതെ 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 50% ക്രെഡിറ്റ് ഡബിങ് അല്ലേ. ഒരു ക്യാരക്ടർ എൻഹാൻസ് ചെയ്യുന്നത് നമ്മൾ അഭിനയിച്ചിട്ട് പോകുന്നു, പക്ഷെ അതിൻ്റെ ഒരു ജീവൻ കൊടുക്കുന്ന ഇവരല്ലേ. പക്ഷെ ഭാഗ്യലക്ഷ്മിക്ക് വലിയ മതിപ്പാണ്. സുധ അങ്ങനെ തിരക്കേറിയ നായികയായി മയൂരിക്ക് ശേഷം മലയാളത്തിൽ മാത്രമല്ല മറ്റ് ഭാഷകളിലും ഒരുപാട് ശ്രദ്ധേയമായ റോളുകൾ കിട്ടിയെങ്കിൽ പോലും ഭാഗ്യലക്ഷ്മി പറഞ്ഞൊരു കാര്യം കറക്റ്റ് പോയിന്റ്. ഐ ടോട്ടലി അഗ്രി. എനിക്കതാണ് ഒരു ഭയങ്കര ഇവിടുന്ന് ഹിന്ദി പോയി, ഹിന്ദിയിലെ കുറേ ടെലിവിഷനൊക്കെ ചെയ്ത് ഭയങ്കര ഒരു ഹിറ്റായി. പക്ഷെ ഇപ്പോഴും എനിക്കറിഞ്ഞൂടാ അതെന്താ കറക്റ്റ് റോൾസ് എന്താ എനിക്ക് കിട്ടാത്തത്. അതെനിക്ക് ഞാൻ ചോദിച്ചില്ലേ വൈന് എനിക്ക് ആൻസർ കിട്ടുന്നില്ല. സോ ഐ സെഡ് ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് ലെറ്റ് മീ മൂവ് അഹെഡ്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താ സുധാജി മലയാളം ഫിലിം ചെയ്യാത്തത്, എന്താ സുധാജി ഇത് ചെയ്യാത്തത്. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ പോയി പ്രൊഡ്യൂസർ എടുത്ത് ചോദിക്കുക, ഞാൻ റെഡിയാ, എന്നെ വിളിക്കണ്ടേ. വെറുതെ പോയി ഒരു സെറ്റിൽ പോയി ഞാൻ പറയാമോ എനിക്കൊരു റോള് തരൂ പ്ലീസ്, എനിക്ക് അഭിനയിക്കണമെന്ന്. അഭിനയ ജീവിതത്തിലൊരു മിഴിവും പൂർണ്ണതയും ലഭിച്ചില്ല. ഒരു പക്ഷേ വേണമെങ്കിൽ മറ്റ് ഭാഷകളിലേക്കെല്ലാം വല്ലാത്ത ഡിസ്ട്രാക്ഷൻ, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അതുകൊണ്ടായിരിക്കുമോ? അതൊരു റീസൺ ഒന്നുമില്ല. അല്ല, തീർച്ചയായും. See, if somebody wants you, they can come to any corner of the world and pick you up. ഞാൻ എപ്പോഴും ഇതും പറഞ്ഞിട്ടില്ല എനിക്ക് ആഗ്രഹമില്ല എന്ന്. ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും ഞാൻ പറയുന്നത് നല്ല ക്യാരക്ടേഴ്സ് കുറേ ഫിലിംസ് കാണുമ്പോൾ എനിക്കറിയാം ഈ ക്യാരക്ടർ എനിക്കും ചെയ്യാമായിരുന്നുവല്ലോ. വിളിക്കുന്നില്ല. ഒരാളും കൂടെ വരട്ടെ. സുധാ ചേച്ചി പ്രണാമം. സുധാ ചേച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് the first thing that comes to my mind is a lot of affection. Behind this there's a lot of struggle. ചേച്ചി ഒരു മൗണ്ട് എവറസ്റ്റ് പോലെ ഒരു ചാലഞ്ച് ഓൾറെഡി കോങ്കർ ചെയ്തിട്ടുണ്ട്. ഇത് ശേഷം ചേച്ചി ആഫ്റ്റർ ഹാവിങ് അച്ചീവ്ഡ് ഓൾ ദിസ് ചേച്ചിക്ക് വേറെ എന്താ ആഗ്രഹമുണ്ട്? ഹൗ ഡു കീപ് യുവർ സ്പിരിറ്റ് ഗോയിങ്? ഹൗ ഡു കീപ് യുവർ ഉത്സാഹം ഗോയിങ്? നല്ലൊരു ചോദ്യം. എന്താ പറയുക, എവറസ്റ്റ് കീഴ്പ്പെടുത്തിയിട്ടുള്ള സുധയ്ക്ക് ഇനി എന്താണ് കീഴ്പ്പെടുത്താനുള്ളത്? ഒരുപക്ഷെ വലിയൊരു ചലഞ്ച് ഓവർകം ചെയ്ത സുധയ്ക്ക് വേണമെങ്കിൽ കുറച്ച് ഈ പറഞ്ഞ ലാക്സിറ്റിയും കോംപ്ലക്സിറ്റിയും വന്നുകൂടി. അതാണ് ചോദിക്കുന്നത്. ഇനി എന്ത് ചലഞ്ചാണ് ഉള്ളത്? ഇതിനേക്കാൾ വലിയ ചലഞ്ച് ഉണ്ടോ? ഒറ്റൊരു ചാലഞ്ച് അല്ലേ ഞാൻ ചെയ്തത്. കുറേ ചാലഞ്ചസ് ഉണ്ട് ലൈഫിൽ. ആ പോയിന്റ് ഓഫ് ടൈം അതെനിക്ക് മൗണ്ട് എവറസ്റ്റ് ആയിരുന്നു. യുവർ ചാലഞ്ചസ് ചേഞ്ചസ് വിത്ത് യുവർ ലൈഫ്. 81 to 84 അതെനിക്കൊരു വലിയൊരു ചാലഞ്ചായിരുന്നു. അത് കഴിഞ്ഞു, അതൊരു ചാപ്റ്റർ ക്ലോസ് ആയി. നെക്സ്റ്റ് ഫിലിംസ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ കുറേ ഞാൻ അഭിനയിക്കുന്നു, നല്ല സക്സസ് കിട്ടിയിട്ടുണ്ട്. ഹിന്ദിയിൽ അൺആൻറ്റിസിപ്പേറ്റഡ് സക്സസ് ഞാൻ കണ്ടു ടെലിവിഷനിൽ. ഇന്ന് തമിഴിൽ ഞാൻ കാണുന്നു. കിട്ടിയതൊക്കെ ഓക്കെ, കിട്ടാതെ ദേ സേ ഗ്രേപ്സ് ആർ സവർ. എവിടെ എനിക്ക് കിട്ടിയില്ല അതാണ് എനിക്ക് പ്രശ്നം. സി ഏത് ഇൻഡസ്ട്രി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ എൻ്റെ ചോദ്യം, ഹിന്ദി അക്സെപ്റ്റ് ചെയ്തു, തമിഴ് അക്സെപ്റ്റ് ചെയ്തു, ബംഗാളി അക്സെപ്റ്റ് ചെയ്തു, ഗുജറാത്തി അക്സെപ്റ്റ് ചെയ്തു, മറാഠി അക്സെപ്റ്റ് ചെയ്തു, വൈ നോട്ട് ഇൻ മലയാളം? അതെനിക്കൊരു $1 million ക്വസ്റ്റ്യനാണ്. വേണ്ടത്ര അംഗീകാരം മലയാളം നൽകിയില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ വേർഡ്സ് ഒന്നും അറിയില്ല. എന്താ ഞാൻ പറയുന്നു 50 പടങ്ങൾ, 50 ഫിലിംസിൽ ഒരു പടത്തിൽ എനിക്ക് ഒരു റോളില്ലേ? എന്തുകൊണ്ട് ആ റോൾ വന്നിട്ട് ഞാൻ റിഫ്യൂസ് ചെയ്താൽ അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. പക്ഷെ വരുന്നില്ല. ദർ ഈസ് നോ ഓഫർ. ഐ ഡോണ്ട് നോ വൺ.